ഹായ്, വീട് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇത് ഏത് വീടാണെന്നുള്ളത്? ഇത് നമ്മുടെ തൃശ്ശൂർ തോമസ് ഏട്ടൻ്റെ വീടാണ് കേട്ടോ. നമ്മൾ പണ്ടത്തെ നാലുകെട്ടും അതുപോലെ കൊട്ടാരങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ വീട് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോഡേൺ രീതിയിലുള്ളൊരു ട്രഡീഷണൽ വീടാണ് കേട്ടോ. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു മോഡേൺ വീടിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എന്നാൽ കണ്ടാൽ ഇതൊരു ട്രഡീഷണൽ വീടായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. തോന്നുക മാത്രമല്ല, ട്രഡീഷണൽ വീട് തന്നെയാണ്. അത് മാത്രമല്ല, ഈ വീട് ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഫുള്ളി കോൺക്രീറ്റിലാണ്. അപ്പോൾ ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ടെക്നോളജി, അതായത് ഇപ്പം ഞങ്ങളെ പല ആൾക്കാർക്കും സംശയമാണ്, അതായത് കോൺക്രീറ്റിൽ ഏതൊക്കെ രീതിയിൽ വീട് വെക്കാം, നിങ്ങൾ ഈ കണ്ടംപററി മാത്രമാണോ വെക്കുള്ളൂ, അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാറില്ലേ. അപ്പോൾ ഈ ഒരു വീട് കണ്ടംപററി അല്ല, ട്രഡീഷണൽ ടൈപ്പ് വീട് ഫുള്ളി കോൺക്രീറ്റിൽ. അതായത് എൻ്റെ ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ, അതായത് ഒരു വീട് എങ്ങനെ സ്റ്റാർട്ടിങ് മുതൽ ചെയ്യാന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോ ഉള്ളത് ഈ ഒരു വീടിൻ്റെ മാത്രമാണ്. നമ്മളിതൊരു 11 എപ്പിസോഡോളം നമ്മൾ ഈ വീടിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ, കാരണം നമ്മൾ ബേസ്മെൻറ്റ് നമ്മളല്ല ചെയ്തിരിക്കുന്നത്, ചുമര് മുതലുള്ള എല്ലാം ഞങ്ങളുടെ വർക്കിൻ്റെ ഫുള്ള് എപ്പിസോഡ് വൈസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കോൺക്രീറ്റ് രീതിയിൽ വീട് വയ്ക്കുമ്പോൾ എങ്ങനെ വീട് വയ്ക്കുക, സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൻ്റെ ഫുൾ വീഡിയോസും കാര്യങ്ങളും ഈ ഒരു ചാനലിൽ സെപ്പറേറ്റ് ഇതായിട്ടാണ് അല്ലേ, ഒരു പേര് കൊടുത്തിട്ട് തന്നെ നമ്മളിതിൻ്റെ ഫുള്ളായിട്ടിട്ടുണ്ട്, പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീടിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ്. ഞങ്ങൾ ശരിക്കും ഈ വീടിൻ്റെ വീഡിയോസ് ഇപ്പോൾ എടുത്തിടില്ല എന്നുള്ളത് തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ഒരുപാട് ആൾക്കാർ, നിങ്ങൾ വിചാരിക്കും പുറത്തുള്ള ആൾക്കാർ ഞങ്ങളെ വിളിച്ച് ചോദിക്കണമെന്ന്. അങ്ങനെയല്ല. ഇപ്പോൾ ഞങ്ങൾ തൃശ്ശൂരിലൊരു 4 പ്രൊജക്റ്റ് ഇപ്പോൾ റണ്ണിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ 4 പ്രൊജക്റ്റ് കമ്മിറ്റ് ആവണതിൻ്റെ മുന്നേ അവർ വന്ന് കണ്ട സ്ട്രക്ചറാണ് അല്ലേ. ഈ വീടിൻ്റെ സ്ട്രക്ചർ നടക്കുമ്പോഴാണ് അവരൊക്കെ നമ്മളെ വന്ന് കണ്ട്, ഈ സൈറ്റിൽ വന്നിട്ടാണ് 4 പേരും വന്ന് കണ്ടത്. 4 ഉണ്ടോയെന്ന് അറിയില്ല, ഒരുപാട് ആൾക്കാർ കണ്ടുപോയിട്ടുണ്ട്. 4 പേരും കണ്ടു എന്നാണ് എൻ്റെ ഓർമ്മ. കാരണം നമ്മൾ ഒരുപാട് പേർക്ക് ലൊക്കേഷൻ കൊടുക്കണോണ്ട് എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ തോമസ് ഏട്ടൻ ഫാമിലിയർ ആയതുകൊണ്ട് അവർ ചോദിക്കും, എന്തായി തൃശ്ശൂർ തോമസ് ഏട്ടൻ്റെ വീടിൻ്റെ വർക്ക് എന്തായി, തൃശ്ശൂർ തോമസ് ഏട്ടൻ്റെ വീടിൻ്റെ വർക്ക് എന്തായി. ഞങ്ങൾ എടുക്കാത്തതിൻ്റെ കാരണം ഇതൊക്കെയാണ്. കണ്ടില്ലേ, ഇപ്പോൾ അവിടെ ഫൈനൽ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞിരുന്നു ഈ വീടിൻ്റെ കംപ്ലീറ്റ് ജനലുകളും വാതിലുകളും സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നുള്ളത്. ആ സ്പ്രേ പെയിൻറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തിരി കോസ്റ്റ്ലിയാണ്. തോമസ് ഏട്ടൻ ചെയ്യേണ്ടത് ഒന്നും കൂടിയും കോസ്റ്റ്ലി ആയി. കാരണം ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ ഫ്രണ്ടിലെ സോപാനവും ഇതിൻ്റെ ഈ ബാക്കിയുള്ള വർക്കുകളും അതേപോലെ തന്നെ നോർമൽ ഒരു സ്പ്രേ പെയിൻറ്റിങ് അല്ല, ഒന്നും കൂടി ഹെവി ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ നോർമലൊരു പ്രൈമറാണ് നമ്മളെ ജനലിനൊക്കെ ആദ്യം ഉണ്ടായിരിക്കുക. അത് ഫുള്ളി ചുരണ്ടി എടുത്തിട്ട് ആദ്യം പൊട്ടിയിട്ടിട്ടാണ് ഇത് അടിക്കുന്നത്. അതായത് ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ, സ്റ്റീല് കറക്റ്റായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയുടെ ഒരു ഫിനിഷിങ് കിട്ടും എന്നുള്ളത്. ആ ഫിനിഷിങ് ഈ സൈഡിൽ കിട്ടിയിട്ടുണ്ട്. ഇത്രയ്ക്ക് ആവശ്യമുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആവശ്യമില്ല, പക്ഷെ അതിവിടെ കിട്ടിയിട്ടുണ്ട്. അതിന് അതിൻ്റേതായ എക്സ്പെൻസും തോമസ് ഏട്ടൻ ഇപ്പോൾ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഏകദേശം 2 മാസമായി ആ വീട്ടിൽ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോഴും ഇനിയും ഏകദേശം ഒരു 1 മന്തിൻ്റെയും കൂടിയും പെയിൻറ്റിങ് ആ വീട്ടിലുണ്ട്. അത് ഞാൻ പറയാൻ വരുമായിരുന്നു. കാരണം മിക്ക സൈഡും ഇതേപോലെ നമ്മൾ ടൈൽസാണ് ഒട്ടിച്ചിരിക്കുന്നത്. മിക്ക സൈഡല്ല, ഈ വീട് നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടോളൂ. ഈ വീടിന്റെ പുറം ചുമര് കംപ്ലീറ്റ് ക്ലാഡിംഗ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതേപോലെ ഉള്ളിൽ ഹാളിൽ ഒരു 8 ഫീറ്റ് ഹൈറ്റ് വരെ ക്ലാഡിംഗ് ടൈലാണ്. കാരണം നമ്മൾ വീഡിയോ ഇടാത്തതിൻ്റെ തന്നെ മെയിൻ കാരണം ഈ പെയിൻറ്റിങ് നടക്കുന്ന കാരണം കൊണ്ട് ഫുള്ളി കവേർഡാക്കി വെച്ചിരിക്കുകയാണ്. അതായത് പെയിൻറ്റ് പാറാണ്ടിരിക്കാനായിട്ട് ഫുള്ള് കവേർഡാണ്. പിന്നെ ഇപ്പോൾ ഇത് എന്തിനെടുത്തിടുന്നത് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ചോദിക്കുകയാണ്. കാരണം ഇവർക്കൊക്കെ ഒരു വട്ടം വന്ന് സൈറ്റിൽ വന്ന് കണ്ടുപോയ ആൾക്കാരാണ്. ഇവർക്ക് ദിവസമൊന്നും അവിടെ പോയി നോക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ പ്രൊജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ പോയി നോക്കും. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ പ്ലംബിങ്ങും കംപ്ലീറ്റ് കഴിഞ്ഞ് ജസ്റ്റ് സ്വിച്ച് വെക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സാധാരണ വീട് പോലെ അല്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന് നോക്കുമ്പോൾ തന്നെ അറിയാം, വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധാരണ വീടിനുള്ളേക്കാൾ കൂടുതൽ ജനലുകളും വാതിലുകളും ഈ വീട്ടിലുണ്ട്. ഇപ്പോൾ ഹാളിലാണെങ്കിലും നമ്മൾ നോർമൽ ഒരു 4 കള്ളി ജനൽ കൊടുത്തു, അതിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ വേറൊരു ജനൽ, കാരണം 12 അടിയാണ് താഴത്തെ ഹൈറ്റ് വരുന്നത്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഈ ഹാളിലുള്ള ഇതേപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ അവിടുത്തെ ജനലാണ്. എല്ലാ ജനലുകളും ഇപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കണ്ടില്ലേ, താഴത്തൊരു ജനലുണ്ട്, അതിൻ്റെ മുകളിലൊരു ജനലുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമ്മളെ മെയിൻ ഡോറിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ നമ്മളൊരു ജനൽ വെച്ചിട്ടുണ്ട്. 2 ഫ്രഞ്ച് വിൻഡോ ഉണ്ട്. അതായത് ഒന്ന് ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ, പിന്നെ ഒന്ന് മുകളിൽ.
അപ്പോൾ സാധാരണ ഒരു വീടിന് ഇതേപോലത്തെ ഫ്രഞ്ച് വിൻഡോ 2 ഉണ്ട് ഇതിൽ. സാധാരണ ഒരു വീട്ടിലിപ്പോൾ മുകളിലത്തെ റൂമുകളിലൊക്കെ 3 ജനലുകൾ വന്നിട്ടുണ്ട്. തോമസ് ചേട്ടൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂവും വെളിച്ചവും കിട്ടണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഫ്രണ്ടിലെ ജനലുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ലെവലാണ്. കാരണം അത്രയും ലെങ്ത്തും വിടുത്തും കാര്യങ്ങളൊക്കെ ആ ജനലിന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ 3000 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. അതിൽ ഏറ്റവും കൂടുതൽ ജനലുകൾ തന്നെയാണ് മെയിനായിട്ടുള്ളത്. ബാക്കിയുള്ള ഏരിയ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫ്രണ്ടിൽ മെയിൻ ഡോറിൻ്റെ മുകളിലും ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫൈനൽ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണിപ്പോൾ ചുമരിൽ നമ്മൾ ചെയ്തിരിക്കണത് അല്ലേ. 8 അടി വരെ ഈ വീടിൻ്റെ ഹാളിൽ മൊത്തം അതാണ് ചെയ്തിരിക്കണത്. പക്ഷെ ഇപ്പോൾ ഈ പെയിൻറ്റിങ് നടക്കുന്ന കാരണം കൊണ്ട് എല്ലാം കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ക്ലോസറ്റും ഇതെല്ലാം കവർ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്കൊന്നും കാണിക്കാൻ പറ്റില്ല. ഈ സ്റ്റെയർ കേസിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ പിന്നെ തെറി വിളിച്ചിരുന്ന ആൾക്കാരുണ്ട്. അതെ, ഇപ്പോഴും ഞാനത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ പറ്റിയില്ല. കാരണം അവിടെ ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കബോർഡ് കണ്ടപ്പോഴും ആൾക്കാർക്ക് ഒരു ഇതുണ്ടായിരുന്നു. അവിടെ ബേവിൻ്റെ കൊടുത്ത് കബോർഡ് വെക്കുന്ന സമയത്തും ആൾക്കാർക്ക് കബോർഡ്സ് എല്ലാം നമ്മൾ ഫെറോ സിമെൻറ്റിലാണ് ചെയ്തിരിക്കണത്. അപ്പോൾ ഇങ്ങനെ ഓരോ എലമെൻറ്റ് ഇപ്പോൾ ഫ്ലോർ കംപ്ലീറ്റ് കഴിഞ്ഞ് കിടക്കുകയാണ്. അതൊക്കെ എല്ലാം മറ്റേ പ്ലാസ്റ്റിക് ഇട്ട്, അതായത് ആദ്യം കട്ടിയുള്ള പ്ലാസ്റ്റിക് ഇട്ടിട്ട് ഇതാക്കിയിട്ട് ഫുള്ള് ഗ്രാനൈറ്റാണ് നമ്മൾ ഈ വീട് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം മുകളിൽ നിന്ന്, അതായത് താഴത്തെ ഹാളിൻ്റെ ഒരു ഓപ്പണിങ് ഏരിയയാണ്. ഇതൊക്കെ ഇത് വർക്ക് കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ചെറിയൊരു ലൈറ്റൊക്കെ വേണം. അപ്പോൾ ഇതൊന്നും ലൈറ്റ് ഇതുവരെ കണക്ഷൻ ചാലു ആക്കിയിട്ടില്ല. കാരണം ഇത്ര ഇവിടെ വർക്കുകൾ നടന്നു തുടങ്ങി. സ്റ്റെയർ കേസിൻ്റെ വർക്ക് തീരാനുണ്ട്. ഇതിപ്പോൾ സ്റ്റെയർ കേസിൻ്റെ അവിടുത്തെ ജനലാണ്. അതിൻ്റെ മുകളിലും നമ്മൾ അത് ഒരുവിധം എല്ലാ സ്ഥലത്തും നമ്മൾ 12 അടി ഹൈറ്റ് ആയതുകൊണ്ടൊരു അഡീഷണൽ ജനലും കൂടി വിളിച്ച സൗകര്യത്തിന് വേണ്ടിയിട്ട് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പെയിൻറ്റിങ് വർക്ക് എന്ന് പറഞ്ഞാൽ നോർമൽ പെയിൻറ്റിങ് വർക്കല്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ചുരണ്ടി അടിച്ചതിന് ശേഷം അത് വുഡാക്കാൻ പോവുകയാണ്. ഡോർ ഫ്രെയിമൊക്കെ, കാരണം ഡോറെല്ലാം മരമാണ്. അപ്പോൾ മരത്തിനോട് തേക്കിൻ്റെ ആണ് ഡോർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനോട് മാച്ചാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലത്തെ ഡോർ ഫ്രെയിമുകളെല്ലാം വുഡൻ ചെയ്യണം. പക്ഷെ പുറത്തത്തെ എല്ലാ ജനലുകളും മാറ്റ് ഫിനിഷ് സ്പ്രേ പെയിൻറ്റിൽ വൈറ്റാണ് അടിക്കണത്. പിന്നെ ഇത് അത്യാവശ്യം വലിയൊരു സ്പേസിലാട്ടോ ഈ വീട് വെക്കണത്. കാരണം 10-60 സെൻറ്റോളം ഉണ്ട് അല്ലേ, 70 സെൻറ്റോളം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോമ്പൗണ്ട് ക്ലിയറിങ്ങും അതൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല പണി നടക്കുന്നുണ്ട്. ആ ഫ്രണ്ടിലൊക്കെ കുരുമുളകിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു 3-4 മാസം കൂടി പിടിക്കുന്നതാണ് എനിക്ക് തോന്നണത്. ഇത് ഫുൾ ഫിനിഷായിട്ട് വരണം എന്നുണ്ടെങ്കിൽ. ഇതാണ് ഒരു ഫൈനൽ ഫിനിഷ്. അതായത് ഇപ്പോൾ ഈ കണ്ടില്ലേ, പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫിനിഷിംഗ് ആണ് ഉണ്ടായിരിക്കുക. പിന്നെ വേറെ ലെവലാണ്. ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ എത്രത്തോളം ഇത് വൃത്തിയായിട്ട്, കാരണം ചുമര് കാണുമ്പോൾ കംപ്ലീറ്റ് പേപ്പറാണ് കാണുന്നത്. കംപ്ലീറ്റ് ക്ലാഡിങ് ടൈൽ ഒട്ടിച്ചതിൻ്റെ മുകളിലാണ് ആ പേപ്പർ. കാരണം ഇത് സ്പ്രേ പെയിൻറ്റ് അടിക്കുമ്പോൾ പാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങളിത് വീഡിയോ എടുത്തിടാത്തത്. പക്ഷേ ചില ആൾക്കാർ ഇതേപോലെ പല വീടുകളും ചോദിക്കാറുണ്ട്. ഇപ്പോൾ കാഞ്ഞിരമറ്റത്തെ വീട് ചോദിക്കാറുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് കാഞ്ഞിരമറ്റത്തെ വീട് കാണണം. കാഞ്ഞിരമറ്റത്തെ വീട് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അതിൽ കുറച്ച് ഇതേപോലത്തെ കുറച്ച് വർക്കും കൂടി ഉണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഒറ്റ വീഡിയോ ആയിട്ടേ ഇടുള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇടാൻ വിചാരിച്ചിട്ടാണ്. കാരണം ആൾ ഓൾറെഡി അതിൽ കയറി താമസിച്ചു. ഇനി ഫ്രണ്ടിൽ കുറച്ച് ക്ലാഡിങ് വർക്കുകളും കുറച്ച് പെയിൻറ്റിങ്ങും കൂടി ഫിനിഷ് ആവാണ്ട്. ഞങ്ങൾ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീടാണ് ഇപ്പോൾ ഇത് കോൺക്രീറ്റിലാണ് ചെയ്തതെന്ന് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് നമ്മൾ വീഡിയോ കണ്ടാൽ മാത്രമേ ഉള്ളൂ കോൺക്രീറ്റിലാണെന്ന് അറിയാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ഈ വീട്, പണ്ടത്തെ ഒരു കൊട്ടാരം. അപ്പോൾ ഞങ്ങൾ തോമസ് ചേട്ടൻ്റെ പേര് ഇട്ടിരുന്നു. കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ എന്നുള്ളത് മാറ്റിയിട്ട് കൊട്ടാരം വീട്ടിൽ തോമസ് ചേട്ടൻ. അങ്ങനെ എന്തായാലും നമ്മൾ ഈ വീടിൻ്റെ ഇനി ഫുൾ ഫിനിഷ് പന വരെ വന്നതോടെ വരാം.